ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനും ഏട്ടനും കൂടി ഇതാ നമ്മളെ JRSക്ക് വന്നിരിക്കുകയാണ്, ചേളാരിയുള്ള. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. JRSക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഷ് തവയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഫിഷ് തവ മീൻ ഏതാ നോക്കുക എന്നുള്ളത് ഇങ്ങനെ പറയാം. അപ്പം ഇതിൽ അമോർക്കോരയായിരുന്നു നമ്മൾ ഒരു വട്ടം വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെയുള്ള മീനൊക്കെ ഇപ്പം നല്ല വലുപ്പമുണ്ട്. നമ്മളാകെ രണ്ടാൾക്കാരുള്ളൂ, അതുവിന് പിന്നെ കൂട്ടുന്നില്ല, അവന് ചെറുതല്ലേ, അപ്പോൾ അവനെ കൂട്ടിയിട്ട് കാര്യമില്ല. അതിന് മാത്രം ഒന്നും കഴിക്കില്ലല്ലോ, നമ്മളും ഇതിന് മാത്രം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇത്ര വലിയ മീൻ വേണ്ടാന്ന് വിചാരിച്ചു. ചെറുത് മതിട്ടാ, ഓർ വലുതൊന്നും വേണ്ട. നല്ല സെന്റ് വാടാ, ഓവർ വലുതാക്കണ്ട ഏട്ടയ്ക്ക് പേടിയോ. അമ്മ എങ്ങനെ ആക്കാലും നിർത്തിയിട്ട് പോവല്ലേട്ടാ, ഇത് നിർത്തിയിട്ട് പോ. അതുപോലെ അമ്മ പെട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കള്ള നമുക്ക് ഞാട്ടല്ലേ, പിടിക്ക്. അപ്പോൾ അവരോട് പറയണ്ടേ. അപ്പോൾ നമ്മളിവിടെ ആരും കണ്ടില്ല, എല്ലാവരും ഉള്ളിലാണ്. അപ്പോൾ നമ്മളിതാ JRSൻ്റെ ഉള്ളിൽ കയറുകയാണ്. റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഇതൊക്കെയാണ് നമ്മളെ മീൻ. അപ്പം എന്താണ് ഇതിൻ്റെ എങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി ചോദിക്കാൻ വേണ്ടി അവരെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം എന്നെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഡോറ് തുറന്ന് ഞാൻ ഡോറ് തുറന്ന് തുറക്കാമെന്ന് പറയണം അതും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവരോട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ മീനിൻ്റെ വർത്തമാനം കേട്ട് അങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മീനിൻ്റെ ഇതൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് തന്നെ വന്ന് മീൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 മീനുണ്ട് കേട്ടോ. നമുക്കതിന് പേരൊന്നും അറിയില്ല, എന്തൊക്കെയോ പേരുകളൊക്കെ പറഞ്ഞു. എനിക്കാകെ അമോർക്കോരേൻ്റെ മാത്രമേ അറിയുള്ളൂ. അമോർക്കോര നമ്മൾ പിന്നെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്നതാണ്, അപ്പോൾ പിന്നെ അതുകൊണ്ട് അറിയാം. പക്ഷെ ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മീനുകളാണ് കേട്ടോ. അത് ഈ ഏട്ടനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏട്ടൻ മീനിൻ്റെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്, അത് ഇത് ഇങ്ങനെയുണ്ട് റേറ്റ്, അങ്ങനെയാണ്, ഇത്ര കിലോനുണ്ടാവുമ്പോൾ ഇത്ര റേറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അവർ ഈ മീനെടുക്കാനുള്ള സാധനം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മീനുകൾ. പക്ഷെ എല്ലാതും ഒരേ ടൈപ്പ് മീൻ തന്നെയാണ്. അമോർക്കോര 1-2 ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മളെ ഈ എന്തൊക്കെയോ കിളി മീനോ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളവിടെ ഒന്നും പറയാത്ത എന്തൊക്കെയോ ടൈപ്പ് മീനുകൾ, കാണാത്തൊക്കെ മീനുകളാണ് ഉള്ളത്. അപ്പം ഇതിന് ഇത്ര കിലോനാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുമല്ലോ. അപ്പോൾ നമ്മൾ എടുത്ത മീൻ കുറച്ച് റേറ്റ് ഉണ്ട്. എത്രയോ 1,300 സംതിങ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഏട്ടനോട് ഇത്രയ്ക്കുള്ളതൊന്നും വേണ്ട, നമ്മളെന്തായാലും കഴിക്കില്ല. പിന്നെ ഏട്ടനും പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ എന്തായാലും കഴിക്കില്ലല്ലോ. അപ്പം ഏട്ടനറിയാം ഞാൻ അതിന് മാത്രമൊന്നും കഴിക്കില്ല. ഏട്ടനും അങ്ങനെയാണ്, അതിന് മാത്രം ഒരാൾക്ക് പറഞ്ഞാൽ പറ്റില്ല, എല്ലാം കൂടി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് ക്യാൻസലാക്കി. ഒരു മീനൊക്കെ എടുത്ത് തൂക്കിയൊക്കെ നോക്കിയിട്ടോ, വെച്ച് തൂക്കിയൊക്കെ നോക്കി തന്ന് ഇത്ര റേറ്റ് ഉണ്ടാവും, എന്തോ 1,700 സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട്. എന്തിനാണ് അത്ര വിലയുള്ള മീനൊക്കെ തിന്നണ്? നമ്മൾ അതിനായിട്ട് തിന്നാതിരുന്നാലും കുഴപ്പമില്ലല്ലോ. അത്രയ്ക്കുള്ളതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അങ്ങനെയുള്ള പരിപാടി വേണ്ട. അതാ തൂക്കിയൊക്കെ ഉണ്ടാവും. ഈ ഏട്ടൻ തൂക്കി നോക്കിയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അവർ ഇവിടെ തന്നെ തൂക്കി തരും. ഇത് കഴിക്കാൻ പൂതിയുള്ളവർക്കൊക്കെ വന്ന് കഴിക്കാം കേട്ടോ. അടിപൊളി മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ക സൂപ്പറാണ്. നമ്മളെന്താ പറഞ്ഞാൽ 2,000 രൂപയ്ക്കുള്ള മീൻ നമുക്ക് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്നാൽ ഇത്രയ്ക്കുള്ളതൊന്നും കഴിക്കൂല. ഇത് ബൾക്കായിട്ടാണ് ഈ മീൻ ഉണ്ടാവും. ഇത്ര വലിയ മീനൊക്കെ ആരെ കഴിക്കുക? ഒരു 4-5 ഏട്ടൻ തന്നെ പറഞ്ഞു 4-5 ആൾക്കാർ വേണം അത് കഴിക്കാൻ. അതിൻ്റെ ചെറിയ മീനും ഇല്ല. അപ്പോൾ പിന്നെ നമ്മളത് കഴിക്കണ്ടെന്ന് വെച്ച് വേറെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് ഏട്ടൻ ചോദിച്ച്, വേറെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ പോരെ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് കുഴപ്പം, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ മതിയില്ലേ. നമുക്ക് ഇങ്ങനെ അത്ര തന്നെ വേണം, അതന്നെ വേണം എന്നുള്ള നിർബന്ധമേ ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ച് പോയാൽ മതി. നമുക്ക് കുറച്ച് ഫോട്ടോസ്, കുറച്ച് വീഡിയോസ്, അതൊക്കെയുള്ള നമ്മൾ പ്രധാനം. അതൊക്കെ എടുക്കുക, പോരുക, 4-5 ആൾക്കാരെ കാണിക്കുക, അതൊക്കെയാണല്ലോ നമ്മൾ പ്രധാനം. അതന്നെ. അപ്പോൾ അമ്പടൂന് കാണിച്ചൊക്കെ കൊടുത്തു, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളൊരു വട്ടം ടേസ്റ്റ് നോക്കിയത്, ഏട്ടൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഏട്ടനെ അറിയാം. ഏട്ടൻ തന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയതാണ്, അറിയാം ഏട്ടൻ എങ്ങനെയാണെന്നുള്ളത്.
പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാറിഞ്ഞിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു ഇവർ എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതെടുക്കാന്ന് ഫ്രൈ കുട്ടിക്കുള്ളതാ. അപ്പോൾ ചിക്കൻ 65 നമ്മുടെ സാധാ ഉണ്ട്. ഫ്രൈഡ് ചിക്കൻ നമ്മുടെ സാധാ ഒരു പീസ് കിട്ടും. അതല്ല ഒരു പീസല്ല, ചെറിയ പീസല്ല, ചെറിയ പീസാണ് ചിക്കൻ 65. ഒരു ക്വാർട്ടർ എൻ്റെ കഴിക്കുന്നുണ്ട്. റൈസ് വേണം, പിന്നെ ബ്രെഡ് ഉണ്ട്. റൈസ് ആക്കാം. കുട്ടി കഴിച്ചോളൂ, ബട്ടർ നാൻ കഴിക്കൂലല്ലോ. അത് ഫ്രൈഡ് റൈസ് വേണം, മന്തി റൈസ് ഉണ്ട്. മന്തി റൈസ് മതി. ഫ്രൈഡ് റൈസ് രണ്ടാൾക്കോ ഹാഫ് മന്തി റൈസ് മതിയില്ലേ? ചിക്കൻ്റെ ഇതല്ലേ ക്വാർട്ടർ ചെറുത്. ആ കുറച്ച് മതി. അതേ പറഞ്ഞത്. മറ്റേത് വലുത് വാങ്ങിയിട്ട് കഴിക്കൂല. ആ ചിക്കൻ തന്നെ തിന്നുമ്പോൾ റൈസ് കുറച്ചല്ലേ പറഞ്ഞത്. ഓവർ വേണ്ട പറയും. ഓവർ വേണ്ട പറഞ്ഞാള്. ഹാപ്പി ബർത്ത്ഡേ പറയാം അമ്മേനോട്. ഇന്ന് അമ്മേൻ്റെ പിറന്നാളാ. താങ്ക് യു മോനെ. ഒരു ഉമ്മ ഉണ്ടോ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഉണ്ടോ? മരുന്ന് കുടിക്കാണ്ട് ഗൈസ്. അപ്പോൾ നമ്മളില്ലേ ഇവിടെ പറഞ്ഞത് എന്താണ് ഏട്ടാ എന്തൊരു പേര്? JRS കേട്ടോ. നമ്മുടെ ചേളാരിയുള്ള JRSലാണ് നമ്മളിവിടെ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഏട്ടൻ പറഞ്ഞു പുറത്തേക്ക് പോവാന്ന്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാട്ടി ഫിഷ് കവയൻ്റെ ആയിരുന്നു കേട്ടോ. ഫിഷ് ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അടിപൊളി. പക്ഷെ എന്താ പറയുക, വലിയ മീനുകളുള്ളത്. നമ്മളാകെ 3 ആൾക്കാരുള്ളൂ. കുറച്ച് 5-6 ആൾക്കാർക്കല്ലേ കഴിക്കത്. നമ്മൾ 2 ആളുള്ളൂ. ഞാൻ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ 3 പറഞ്ഞത്. പക്ഷെ അത്ര തോനൊന്നും കഴിക്കൂലല്ലോ. 2 ആൾക്കുള്ള മീനൊന്നല്ല. നിങ്ങൾ കണ്ടില്ലേ, വലിയ മീൻ. അതൊരു എത്ര ആൾക്ക് തിന്നാണ്ടാവും കേട്ടോ. അത് 5 ആൾക്കാർക്ക് തിന്നാണ്ടാവും. എന്താണ്? ചിക്കൻ പൊരിച്ചതാണ്. ഈ തിന്നൂലേ? അങ്ങനെ പൊരിക്കണേ. അപ്പം അത് കഴിക്കാൻ വേണ്ടി വന്നുകൊണ്ട് ഇവിടെ അടിപൊളി. നമ്മളൊരു വട്ടം ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റാണ്, അടിപൊളി. ഞാൻ അത് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചിരുന്നു. പക്ഷെ അത് വേണ്ട, എന്നാലും അത്ര ഓവർ എന്നാലും നമ്മൾ കഴിക്കൂല. പിന്നെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കിയതിന് 1,300 സംതിങ് വരുന്നുണ്ട് കിലോ. അപ്പോൾ അതിനുള്ള റേറ്റ് ഉണ്ടാവും. 1,700 സംതിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് വരുന്നുണ്ട് ആ ഒരു മീൻ തന്നെ. പിന്നെ അതിൻ്റെ വലിയ വലിയ മീനുകളാണ്. ഇപ്പം ആ റേഞ്ചിലൊന്നും ഫുഡ് കഴിക്കണ്ട. നമുക്ക് കുറച്ച് ആ മീൻ അത്ര വേസ്റ്റും ചെയ്യണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല, അത് പറഞ്ഞിട്ടില്ല. നമ്മൾ വേറെ നമ്മൾ വേറെ കാര്യങ്ങൾ വേറെ ഇതൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ്റെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. വീഡിയോ ചെയ്യാത്ത പറഞ്ഞാൽ അപ്പടൂന് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ വിശ്വസ് ഇങ്ങനെ വരികയാണ് ഓരോരുത്തർ. നമ്മൾ ഈ നേരത്തേക്കാണല്ലോ കാണുക. അപ്പം അവന് പനി, എനിക്ക് പനി ഒക്കെ ആയിട്ട് ഫുള്ള് സീനായിരുന്നു. അപ്പോൾ പിന്നെ മേലും കൈ വേദന കേട്ട് ലീവിലായിരുന്നു. കൈൻ്റെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വീങ്ങിയിട്ട് 2 ദിവസമായിട്ട് ലീവിലായിരുന്നു. ഫുള്ള് ലീവായിരുന്നു. അപ്പം ഈ മാസം എങ്കിലും നല്ല വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സെറ്റാക്കി കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പം അവന് ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിൽ പോകണില്ല. ഇനി നാളെ മുതൽ സ്കൂളിലേക്ക് പോകണം. അവന് എക്സാമൊക്കെ തുടങ്ങാനായി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ ഏട്ടാ അവിടെ കേട്ടോ. ഏട്ടാ നിങ്ങൾ കണ്ടോ? നോക്കേട്ടാ
ഏട്ടനിപ്പോൾ എന്താ അറിയോ വൈബ് ഒരു ടൂറ് പോവാണ്. ഒരു എവിടേക്കാണ് ഏട്ടാ? കൊടൈക്കനാലോ? അവർക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയി കിട്ടിയിട്ട് ഒരു കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ നാട്ടിലുള്ള അറിയാലോ. അപ്പോൾ ഓരോരെല്ലാവരും കൂടി പക്ഷെ അത് എനിക്കിരുതിട്ടാ. അപ്പോൾ ഓരോരെല്ലാവരും കൂടി എന്താ ഒട്ടിച്ചടാ അപ്പോൾ ഓരെല്ലാവരും കൂടി ടൂറ് പോവാണ് കേട്ടോ. അതിൻ്റെ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് ഏട്ടൻ. അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അവർക്ക് പോകാനുള്ളതും അങ്ങനെയുള്ള ഓരോ ഇത് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ നമുക്ക് പുറത്ത് പോയി ഒന്ന് ചില്ലടിച്ചിട്ട് വരാം. എന്തായാലും ബർത്ത്ഡേ അല്ലേ. ഞാൻ കുറച്ച് സോപ്പിട്ട് നമുക്കൊന്ന് പുറത്ത് പോവുക. വയസ്സായിട്ട് പുറത്തൊക്കെ പോയിട്ട് കുറേയല്ലോ. തലപ്പാട് മോനെ ഒരു ഒന്നുമില്ലേ? എടാ അതുണ്ട്. അപ്പം എന്താ അപ്പം എങ്ങനെയാണ് പിന്നെന്താ പുതിയ വിശേഷമുണ്ട്. പുതിയ വിശേഷം മീൻസ് ഞാനൊരു വണ്ടി എടുത്ത് അതൊന്നും അറിയിച്ചിട്ടൊന്നുമില്ലായിരുന്നു. വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളെ സാഹചര്യം എങ്ങനെയായിരുന്നു. വണ്ടി എടുത്ത് എന്ന് വണ്ടി എടുത്തേട്ടാ? കഴിഞ്ഞ മാസമായിരുന്നു ഏട്ടാ. കഴിഞ്ഞ മാസം നമ്മൾ വണ്ടി എടുത്തത് അതിൻ്റെ മുന്നത്തെ മാസമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസമല്ല ചിക്ക വന്നാൽ പറയണമെന്ന്. കഴിഞ്ഞ മാസമല്ല അതിൻ്റെ മുന്നത്തെ മാസമാണ് നമ്മൾ വണ്ടി എടുത്തത്. മുന്നത്തെ മാസം ലാസ്റ്റ്. കഴിഞ്ഞ മാസം ഫസ്റ്റ് അല്ലേ ഏട്ടാ? മണ്ട കഴിഞ്ഞ മാസം കേട്ടാ. കഴിഞ്ഞ മാസം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡാണ് വണ്ടി എടുത്തത്. 2024 മോഡൽ ആക്സസ് സുസുക്കി ആക്സസ് 120 ആണ്. 125. അപ്പം എന്തായാലും പറഞ്ഞു കൊടുക്കും ഏട്ടാ. ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കും എൻ്റെ അമ്മ പുതിയൊരു വണ്ടി വാങ്ങി. അപ്പം എൻ്റെ പേര് പറഞ്ഞു കൊടുക്ക്. ആക്സസ്. ആക്സസ് സുസുക്കി ആക്സസ് പറയും. ഏട്ട കേൾക്കേണ്ടത് സുസുക്കി ആക്സസ് വാങ്ങിയിട്ട് ഞങ്ങൾ സുസുക്കി ആക്സസ് 125 വാങ്ങി പറയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ ഫുഡ് വന്നിട്ടുള്ള കാണിച്ചു തരാട്ടാ. കുറേ ദിവസം നമ്മൾ പുറത്തേക്ക് നിന്നിട്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോവുക, അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോവുക, അമ്മേൻ്റെ കൂടെ പുറത്തേക്ക് പോവുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ആളിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. മുറി പറ്റിയിട്ട് അവനൊരു മുറി പറ്റി. മുറിയൊന്നും പറ്റിയിട്ടൊന്നുമില്ല, വലിയ മുറിയൊന്നും ഇല്ല. ചെറിയ മുറി സിമ്പിൾ. ഇനി എത്ര വീഴാൻ കിടക്കുന്നത്? അവൻ്റെ കാലിലും ചെറിയ മുറി പറ്റിയത്. അത് വീണപ്പോഴാണ്. നമ്മൾ ബ്ലോഗറാണ് അല്ലേ? നമ്മൾ വീഡിയോ ഇങ്ങനെ എടുക്കും അല്ലേ? ഓനറിയട്ടപ്പോൾ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വരുന്നത് നോക്കാം. അത് കഴിഞ്ഞ ശേഷം കാണാം. ബൈ ഗൈസ്. അപ്പോൾ ഇതാണ് ഫുഡ്. ഉള്ളിയൊന്നും ഇഷ്ടമല്ല. എന്ത് ബീഫാ?
എല്ലാം ഓരോന്ന് തിന്നോളി, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. എന്താ വേണ്ടേ? ഇതാ, ഇത് എരിവുണ്ടാവും അവേ. അമ്മ തരാം, ഇതൊന്ന് തരാം. അമ്മ തരാം. ഇത് വേണോ? എന്താണ് വേണ്ടത്? അത് തിന്നോട്ടെ, തിന്ന് എരിവ് കൊണ്ട് കിട്ടിയാൽ നീച്ചുന്ന മോനെ ഗത്തല്ലെങ്കിൽ മേശ ഇങ്ങോട്ട് നീക്കും കേട്ടാ. ഇങ്ങോട്ട് നീക്കുവാ. ആ മതി. ചിക്കൻ പൊരിച്ച കൂട്ടിക്കോ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് കാണാം. നമ്മളെന്തിനാ വന്നത്? കുരു കാണിക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിലാണ്. നമ്മളെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് നമ്മളെ ആനിവേഴ്സറിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഫോൺ പെട്ടെന്ന് ഓഫായിപ്പോയി. പിന്നെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഫോണിൽ ചാർജ് നമ്മൾ അവിടെ ചാർജിന് കുത്തിയിട്ട് ചാർജ് ഫുള്ളായിട്ട് കയറി. ഫുള്ളായിട്ടല്ല, ഒരു 2% പോലും കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങുന്നതോ വീട്ടിലെത്തുന്നതോ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിറ്റേ ദിവസം ഞാനൊരു കട്ട് അതിന് ഹോസ്പിറ്റലിൽ പോയൊരു കട്ടതിൽ കാണിച്ചിട്ടുണ്ട്. അതും അവന് വയ്യാണ്ടായി മിനിയാന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് 2 ദിവസമായി. മിനിയാന്ന് അവന് പനി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പനി ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പനി മാറിയിട്ടുള്ളായിരുന്നു. അതിൻ്റെ മുന്നേ ആയിട്ട് പനി മാറി ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പോഴാണ് പിന്നെ ശനി ഞായർ കഴിഞ്ഞ് പിന്നെ ഒരു മഴയായിട്ട് ലീവ് തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആൾക്ക് നല്ല പനി പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പനിച്ച്. ഡോക്ടറെ കാണിച്ച് പിറ്റേ ദിവസം പോയി ഡോക്ടറെ കാണിച്ച് വൈകിട്ടായപ്പോഴത്തേന് ആൾ ഓക്കെ വന്ന് ഭക്ഷണമൊക്കെ മെല്ലെ കഴിക്കാനൊക്കെ തുടങ്ങി. അതുവരെ ഭയങ്കര ഛർദി, എന്ത് കഴിച്ചാലും ഛർദി, പനിക്കാക്കിയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേന് ആൾ ഓക്കെ ആയി മാറി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മിനിയാന്ന് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോണ്ട് മേലൊക്കെ പൊന്തിയുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു മേലൊക്കെ പൊന്തിരുന്നൊന്ന് കൊണ്ട് കാണിച്ചാൽ എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട പറഞ്ഞു. കൊണ്ടേ കാണിച്ചപ്പോൾ ആൾക്ക് തക്കാളിപ്പനിയാണ്. പനിയൊന്നുമില്ല, ആൾക്ക് എല്ലതും മാറി. പക്ഷെ മേല് പൊന്തിയുണ്ട്. മേലെ ഇങ്ങനെ കൈയിൻ്റെ മുട്ടിൻ്റെ ഇവിടെ, കാലിൻ്റെ മുട്ടിൻ്റെ ഇവിടെ, പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഒരു 2-3 എണ്ണം, പിന്നെ കൈയിൻ്റെ ഇവിടെ അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊന്തിയുണ്ട്. വേറെ മുഖത്തോ അങ്ങനെയൊന്നുമില്ല, വായലില്ല. ഓരോരുത്തർക്കും ഓരോ വായൽ, മുഖത്ത്, കഴുത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് വേറെ എവിടെയും ഇല്ല. പിന്നെ ബാക്കിൽ ബട്ടക്സിലും നല്ലോണം ഉണ്ട്. അപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുട്ടികളുള്ളടത്ത് അതുവരെ മുത്തച്ഛൻ്റെ കുട്ടീൻ്റെ അവരെ കൂടെ ഇരുന്ന് ഏട്ടൻ്റെ കുട്ടീൻ്റെ കൂടെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. എന്നാൽ അവിടെ കുട്ടിക്ക് ഇനി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ആൾ ഇവിടെ വന്നിട്ടും ആൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഏട്ടൻ്റെ അങ്ങോട്ട് ആക്കി തന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഏട്ടൻ അവിടെ ലീവ് വിളിച്ചു പറഞ്ഞു, വർക്ക് ചെയ്യുന്നിടത്ത് ലീവ് വിളിച്ചു പറഞ്ഞു 5-6 ദിവസം എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾക്ക് ഒരു പ്രശ്നവുമില്ല.
നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അതൊരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ കുട്ടികളുള്ള ഏരിയയിലും അല്ല നമ്മൾ നിൽക്കുന്നത്, പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല, ഒന്നുമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത്ര മാറാരോഗമൊന്നുമല്ല, എല്ലാവർക്കും വരുന്നൊരു അസുഖം തന്നെയല്ലേ. അപ്പം ചില ആൾക്കാർക്ക് ബുദ്ധിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ സാധനം ഇങ്ങനെ ഉണ്ടായി, ഇത് മാറണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്കൂളിലൊക്കെ പോകണതല്ലേ, നമ്മൾ കാരണം ഒരു കുട്ടിയൊക്കെ ഉണ്ടാവണ്ടല്ലോ വെച്ചിട്ടാണ്. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ ഉറക്കത്തിൽ നീച്ച് വന്നതാട്ടോ. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അമ്മ പോയിട്ടുണ്ട്, അച്ഛൻ പോയിട്ടുണ്ട്, ഞാനും അത് മാത്രമേ ഉള്ളൂ. ഓൻ ഉറങ്ങുകയാണ്, എണീച്ചിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഇതാവണം, നമ്മൾ വിചാരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല നമ്മൾ ലൈഫ്, എന്താണെന്നൊന്നും അറിയില്ല. ഒരു വർക്കിന് കയറിയാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ലീവ് കൊടുത്തിട്ടുണ്ട്, നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ ലീവാക്കുക തന്നെ വേണം, വേറെ വഴിയില്ല. അപ്പോൾ ഈ കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. ഈ സൺഡേ ഞാൻ വിചാരിക്കുന്നുണ്ട്, സൺഡേ അമ്മ ഇവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് പോകാമല്ലോ എന്നുള്ള വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, പറ്റിയാൽ പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനും ഒന്നും നമുക്ക് പറ്റാത്തത്. ഒന്നല്ലെങ്കിൽ ഒന്നും നമ്മളെ വിട്ട് പോകണില്ല, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും, പക്ഷേ നമുക്കെന്തോ പ്രത്യേകതയായിട്ട് നമുക്കൊരു ഇത് തരുന്നുണ്ട്. ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാണ്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവുമായിരിക്കും, ജീവിതം അങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം 2-3 ദിവസം ഇവിടുത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ശരി, ബൈ.